അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ. അതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള സ്ക്രീൻ സേവേഴ്സ് അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് നല്ലൊരു മൈൻഡ് ഫ്രഷ് ആയിട്ട് വരും. അത് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വരും. എന്നും നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിന് വലിയ ലൈവില്ല, നമുക്ക് ജസ്റ്റ് ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈവ് വാൾപേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് കുറച്ചും കൂടി ഫ്രഷ് ആവും. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കടൽ തീരം അല്ലെങ്കിൽ അക്വേറിയം, മീനുകൾ അല്ലെങ്കിൽ നാച്ചുറൽ അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഫോട്ടോസ് അല്ലെങ്കിൽ വാൾപേപ്പർ കുറച്ചും കൂടി ലൈവായിട്ടുള്ള വാൾപേപ്പേഴ്സ്, അതായത് നമുക്ക് അനക്കമുള്ള വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻ സേവേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ മൈൻഡ് കുറച്ചും കൂടി നല്ല റീഫ്രഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അപ്പം നമ്മൾ ഇതിൻ്റെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അണേബിൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എന്നുള്ള ഒരു താഴെയുള്ള ഒരു ലിങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് സെറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോക്കേണ്ടത് ഡൈനാമിക് വാൾപേപ്പർ എന്നുള്ള ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ സെലക്ടർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇഷ്ടം പോലെ വേറെ വാൾപേപ്പേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ചൂസ് ചെയ്യേണ്ടത് താഴെയുള്ള നാലാമത്തെ ഉള്ള ആ ഒരു ഐക്കണിൽ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ ആയി കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഒരു മാർക്ക് കാണാൻ പറ്റും, സെറ്റ് ആസ് എ ഹോം സ്ക്രീൻ വാൾപേപ്പർ. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി നമ്മളെ കടലിൻ്റെയൊക്കെ അടിയിൽ അല്ലെങ്കിൽ നമ്മളെ അക്വേറിയത്തിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഒരു ലൈവായിട്ടുള്ള മീനുകളൊക്കെ ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഇൻ്റർഫേസാണ് ഇതിൽ കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇതിലിപ്പം കറക്റ്റ് ടൈമിൻ്റെ ഒരു ക്ലോക്കും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേയിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ മീനിനൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ മീനുകളൊക്കെ ഇങ്ങനെ ഓടിപ്പോകും. അപ്പം വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനെ ഇതിൽ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പല ആൾക്കാർക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മൈൻഡ് ഫ്രഷ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഒരു ഐഡിയ ആണ്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാർജൊക്കെ പറയുന്നതൊക്കെ കുറച്ചൊക്കെ ചാർജ് പോവും. അപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്ത സമയത്ത് ഇതെങ്ങനെ ചാർജൊന്നും പോവില്ല. സ്ക്രീൻ അൺലോക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഇതൊക്കെ പോവുക. ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ ഫുൾ ടൈമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും മീനുകളൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.